നമസ്കാരം. രാജ്യത്തിന്റെ ആകെ ബജറ്റ് വിഹിതത്തിന്റെ 15% അത് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സമ്പത്തിൽ മുസ്ലിങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുക എന്ന് കോൺഗ്രസ് സർക്കാർ തുറന്ന് സമ്മതിച്ചതാണ്. ഞാൻ സന്നിഹിതനായിരുന്ന യോഗത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതിനായി ഏറെ വാദിച്ചിരുന്നു. പക്ഷേ ഞാൻ അതിനെ ചെറുത്തു നിൽക്കുകയായിരുന്നു. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും പ്രത്യേക ബജറ്റ് കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. രാജ്യത്തിന്റെ ആകെ ബജറ്റ് വിഹിതത്തിന്റെ 15% പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് നൽകാനായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും എല്ലാ ശ്രമങ്ങളെയും താൻ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നതെന്നും തന്റെ പ്രതിച്ഛായ ഉയർത്തുക എന്നതിലുപരി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ ഊട്ടിയുറപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് തനിക്കുള്ളത് എന്നുമാണ് സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. എന്തായാലും കോൺഗ്രസും INDA മുന്നണിയും അധികാരത്തിൽ വന്നാൽ സംവരണ കോട്ടയിൽ എല്ലാം മുസ്ലിങ്ങൾക്കായിരിക്കും ആനുകൂല്യം നൽകുക എന്നുകൂടി മോദി പറയുന്നുണ്ട്. കർണാടകയിൽ അത് അവർ തെളിയിച്ചു കാണിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇനി ഇത്തരത്തിലൊന്ന് ആവർത്തിക്കാൻ കോൺഗ്രസിനെ അനുവദിച്ചുകൂടാ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലാണ് മുംബൈയിലെ 5 ലോക്സഭാ സീറ്റുകളിലേക്ക് മത്സരം നടക്കുന്നത്. ആ റാലിക്കിടയിലാണ് മോദിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന പരാമർശം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ വിവാദം ഇപ്പോൾ രാജ്യം ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പ്രചരണത്തിന്റെ ഓരോ ഘട്ടം കഴിയും തോറും പുതിയ വിഷയങ്ങളുടെ പുതിയ വിവാദങ്ങളുടെയും നിറം മാറിക്കൊണ്ടിരിക്കുകയാണ്. 3ാം ഘട്ടത്തിന് മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ആരോപണ പ്രത്യാരോപണങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് അതിന്റെ നിറം ആകെ മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് രാജ്യം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.